എല്ലാവർക്കും നമസ്കാരം. കൈവല്യ പീയൂഷത്തിൻ്റെ 74ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. 7ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകം പാരായണ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുനാഥൻ തുണചൈകസന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുഭ്യോ നമഃ. 7ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ സംഭൃതസംഭ്രമകമലഭൂത്വൽപാദപാധോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാകൃതാർത്ഥി ഭവൻ. ജാനാസ്യേവമനീക്ഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ. ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരമി ആചഷ്ടതാം ത്വാം ഭജേ. ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരമിത്യാചഷ്ട തം ത്വാം ഭജേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഈ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെയും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കുക. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുർവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ബ്രഹ്മാണ്ടങ്ങൾ അനവധി കൽപ്പങ്ങൾ, ഓരോ കൽപ്പങ്ങളിലും ഓരോരോ തരത്തിലുള്ള ആ സൃഷ്ടി ആവർത്തനമാണ്. ഓരോ കൽപ്പങ്ങളിലും ഓരോ സൃഷ്ടി ആവർത്തനമാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ, ഒരു രാത്രം കഴിഞ്ഞ അടുത്ത ദിനത്തിൽ ഒരു മനുഷ്യൻ, മിക്കവാറും ജീവജാലങ്ങൾ പ്രവൃത്തി ആവർത്തിക്കുന്നത് പോലെ ഓരോ കൽപ്പത്തിലും സൃഷ്ടി ആവർത്തിക്കപ്പെടും. അപ്പോൾ ആ സൃഷ്ടികളിലൂടെ ആ സൃഷ്ടിയിലെല്ലാം മായ പ്രവേശിക്കുന്നത് കാരണം ഒരു ജീവാത്മാക്കൾക്കും ഒരു പൂർവകർമ്മബോധം ഉണ്ടാവില്ല. അപ്പോൾ ആ പൂർവകർമ്മബോധം ഇല്ലാത്തതുകൊണ്ട് എല്ലാം അപ്പോൾ സംഭവിക്കുന്നത് പോലെയും മുമ്പ് സംഭവിച്ചിരുന്നോ എന്നുള്ള ബോധമില്ലായ്മയും സംഭവിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2020 എന്ന് ചിന്തിക്കുന്നു. ഇങ്ങനൊരു മഹാമാരിയുടെ ഇടയിൽ വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഗംഭീര മഴ എന്ന് വിചാരിക്കുന്നു. ഇതൊരു പക്ഷേ ആവർത്തനമല്ല എന്ന് കണ്ടെത്താൻ സാധിക്കില്ല. വേറൊരു തരത്തിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇത് ആവർത്തനം തന്നെയായിട്ട് തന്നെ നിരൂപിക്കേണ്ടി വരും. കാരണം നമ്മൾ വളരെയധികം പരിചയമുള്ള ആൾക്കാരെ പോലെ പെരുമാറുന്നത് ഈ പ്രപഞ്ചത്തിനോട്. വാസ്തവത്തിൽ എത്രയുണ്ട് പരിചയമുണ്ട്? എത്രയോ കാലങ്ങളായി ഇവിടെ നിൽക്കുന്ന ഭൂമിയോടും സസ്യങ്ങളോടും പർവ്വതങ്ങളോടും സമുദ്രങ്ങളോടും എല്ലാം ഉറ്റ സൗഹൃദത്തിലല്ലേ നമ്മൾ ജീവിക്കണത്.
അപ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന ഒരു ഒരു അനുഭവം, ഒരു ശൈലി നമുക്കുണ്ടാവുന്നുണ്ട്. ചെറിയൊരു കുട്ടി, നമ്മളുടെ കുട്ടിക്കാലമൊക്കെ ആണെങ്കിൽ ചിരട്ടകളിൽ മണ്ണ് ഉണ്ടാക്കി കളിക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ മാറി കിലുക്കി കളിക്കാൻ തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വേറെ ചില സംവിധാനങ്ങളായി. ഇന്ന് മൊബൈലായി. കളിപ്പാട്ടങ്ങളുടെ ശൈലി വ്യത്യാസം വരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഇണങ്ങുന്നു. അപ്പോൾ ഇതിനോടൊക്കെ ഒരു പരിചയം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അതിനാണ് പൂർവ്വജന്മം പുനർജന്മം എന്നുള്ള ഒരു ശൈലി. പക്ഷേ പൂർവ്വജന്മം പുനർജന്മം ഇതുമായിട്ട് ബന്ധമില്ല. കൽപ്പങ്ങളിലെ അവസ്ഥയാണ് ഞാനീ പറയണത്. അപ്പോൾ ഓരോ കൽപ്പത്തിലും സൃഷ്ടി ആവർത്തിച്ചു വരുന്നു എന്ന് പല പുരാണങ്ങളിലും പറയുന്നുണ്ട്, പല ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ സൃഷ്ടി ആവർത്തനം എന്നുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്നു, ഇനി ഇതുപോലെ തന്നെ വരും എന്നുള്ളതല്ല, ഒരു ചക്രമാണ്. അപ്പോൾ ആ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സംഭവങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അതാണ് ഭൗതിക ശാസ്ത്രജ്ഞന്മാരായാലും ജ്യോതിശാസ്ത്രജ്ഞന്മാരായാലും 2020 ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തന്നെ അത്ഭുതമാണ് എന്ന് സൂചിപ്പിക്കലുണ്ടായത്. കാരണം ഭൂകമ്പങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞു, മഹാമാരി. അപ്പോൾ ഇത് മുൻപ് സംഭവിച്ചിരുന്നു എന്നുള്ള ശാസ്ത്രബോധത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അവരത് പറയണത്. അപ്പം പ്രപഞ്ചത്തിൽ വിരാട് പുരുഷൻ വീണ്ടും ഉദ്ഭവിച്ച് പ്രപഞ്ചമായിട്ട് മാറി ബ്രഹ്മാവ് ഉണ്ടായി. ബ്രഹ്മാവിന് ദ്വൈതഭാവമുണ്ടായി, അദ്വൈതഭാവത്തിലേക്ക് ഉയരാൻ, ഇങ്ങനെ പലതരത്തിലുള്ള ഭാവനകളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതിപ്പോൾ ഒരേ ഒരു സൃഷ്ടിയേ ഉള്ളൂ എന്ന് ചിന്തിച്ചാലും, എല്ലാ കൽപ്പത്തിലും സൃഷ്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും, അത് വർത്തമാനകാലത്ത് പ്രസക്തിയാണോ, പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങളാണ്. യുക്തി കൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാർക്കുള്ള ഉത്തരങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അപ്പോൾ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന വസ്തുക്കൾ വീണ്ടും പുനരാവിഷ്കൃതം ആവുന്നർത്ഥം. മുക്തന്മാരായിട്ടുള്ള ആളുകൾ അടക്കം പുനർജനിക്കാം എന്നർത്ഥം ഒരു കൽപ്പം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ. ബ്രഹ്മാവ് തന്നെ പല ബ്രഹ്മാണ്ടത്തിൽ പല ബ്രഹ്മാക്കന്മാർ, ഇതിൽ പ്രധാനിയായിട്ടുള്ള ബ്രഹ്മാവ് പല കൽപ്പങ്ങളിൽ വീണ്ടും ഉറക്കം എഴുന്നേറ്റ് അല്ലെങ്കിൽ നശിച്ചില്ലാതെയായി വീണ്ടും ജനിക്കുന്ന ഒരു സംഭവം എല്ലാമുണ്ട്. അത് തൽക്കാലം നമുക്ക് ആകെ കൂടി ഒരു പ്രശ്നത്തിലാവണ്ട. നമ്മൾ വളരെ നേരെ ചിന്തിക്കുക. തൽക്കാലം നമുക്ക് വിശ്വസിക്കാം ഈ കൽപ്പത്തിലെ ബ്രഹ്മാവാണ്, ഇപ്പോഴത്തെ ബ്രഹ്മാവാണ് ഈ കഥ പറയണം അല്ലെങ്കിൽ കണ്ടത് എന്നുള്ളത് വിശ്വസിക്കുക. ഭട്ടതിരിപ്പാടൻ അങ്ങനെ ഒരു സംശയമാണ് അടുത്ത ശ്ലോകത്തിൽ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആമുഖമായിട്ട് പറയാൻ കാരണം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ മൂലാധാരം കണ്ടെത്തുക എന്നുള്ളത് ഒരാൾക്കും സാധിക്കില്ല. നിങ്ങൾ എത്ര വലിയ ടെക്നോളജി ഉപയോഗിച്ച് എക്സ്കാവേറ്റ് ചെയ്താലും ഒരു പദ്ധതിക്കും ഒരു സിസ്റ്റത്തിനും അത് സാധിക്കില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആചാര്യന്മാർ അതാണ് പറയാൻ കാരണം. കൺഫ്യൂഷനിലേക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വീഴാതെ പ്രശ്നങ്ങളെ മാറ്റാനായിട്ടുള്ള മരുന്നുകൾ ആധ്യാത്മികം എന്ന ശാസ്ത്രം അല്ലെങ്കിൽ ആധ്യാത്മികം എന്ന പദ്ധതി, സ്വഭാവം, സമ്പ്രദായം അത് നമ്മളെ സഹായിക്കുന്നുവെങ്കിൽ ആ വഴിയിലൂടെ മുന്നേറുക. ആ വഴിയിലൂടെ മുന്നേറുമ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് മനസ്സിലാവും. നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നാളെ മഴ പെയ്യും എന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സിസ്റ്റം അനുസരിച്ച് അവർ പറയുന്നു ഇത്ര മീറ്റർ സെൻറ്റിമീറ്റർ മഴ പെയ്യും എന്ന്. ഇത് മഴ പെയ്യുന്ന മുൻകൂട്ടി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുന്നു. അവസാനം ഈ കാറ്റ് വന്നടിച്ച് മാറ്റി താമസിപ്പിച്ച സ്ഥലത്തൊക്കെ നഷ്ടം. അങ്ങനെ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്, മുൻകരുതൽ മാത്രമാണ്. അത് സംഭവിച്ചോളണം എന്നില്ല. അപ്പം എന്നതുപോലെ വാസ്തവത്തിൽ അതടക്കം നമ്മളെയൊന്നും ബാധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ സത്യം. വെള്ളം ഇവിടെ പൊങ്ങും, കാരണം പ്രപഞ്ചം വെള്ളത്തിൽ നിന്നുണ്ടായതാണ്. വെള്ളം പൊങ്ങാതിരിക്കില്ല. ചില ഭാഗങ്ങളില്ലാതെയും, കാരണം അതൊക്കെ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന കാരണജലം എന്ന മഹാസമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. അതല്ല,
അപ്പോൾ ഇവിടെയൊക്കെ ഒരു ചാക്രിക സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഒരു തിരിച്ചുവരവ്, ഒരു തിരിഞ്ഞ് പഴയ പോയിന്റിൽ തന്നെ വീണ്ടും എത്തുന്ന ഒരു സ്വഭാവം കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് 6ാമത്തെ ദശകത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ബ്രഹ്മാവിൻ്റെ ജനനം മുതൽക്ക് പറയുകയാണ്. ഈ ബ്രഹ്മാവ് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഭഗവാന്റെ അവതാരം എപ്രകാരമുണ്ടായി എന്നാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത് 6ാം ദശകത്തിൽ. പിന്നീടാണ് ആ വിരാട് പുരുഷനെ കണ്ട രീതിയും വൈകുണ്ഠത്തിലേക്ക് പോയി എന്നല്ല, വൈകുണ്ഠ രൂപത്തെ കാണിച്ചത് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇന്നലെ ബ്രഹ്മാവ് ഭഗവാനെ കണ്ടതായിട്ട് പറഞ്ഞു. ഇന്ന് ബ്രഹ്മാവിൻ്റെ ഒരു ആവശ്യം, ഒരാഗ്രഹം ആണ് ഭട്ടതിരിപ്പാട് അവതരിപ്പിക്കുന്നത്. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ. സംഭ്രമ ഇതെല്ലാം കണ്ടപ്പോൾ, ഏത് കണ്ടപ്പോൾ? വൈകുണ്ഠരൂപം കണ്ടപ്പോൾ. ഇത്തരത്തിലുള്ള വൈകുണ്ഠരൂപം കണ്ടപ്പോഴാണ് സംഭരിക്കപ്പെട്ട സംഭ്രമത്തോടു കൂടിയവനായി. എന്ന് വെച്ചാൽ പരിഭ്രമം ഉണ്ടായി എന്നർത്ഥം. സ്വതവേ അദ്ദേഹത്തിന് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. പക്ഷേ ഈ സംഭൃതമായത് എങ്ങനെയാണ്? സംഭൃതമായത് അദ്ദേഹം മുമ്പ് ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭൃതമായ ഭാവം കൊണ്ട് ഉണ്ടായ സംഭ്രമം, വീണ്ടും താൻ ജനിച്ചിരിക്കുന്നുവല്ലോ എന്ന സംഭ്രമം. ദൃഷ്ട്വാ, അപ്പോൾ ആ ഒരു ഉണ്ടായ സംഭ്രമമാണ്. അതാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത്രയധികം ആമുഖത്തോടുകൂടി മുഖവരയായിട്ട് പറയാൻ കാരണം. ദൃഷ്ട്വാ, വൈകുണ്ഠരൂപം ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂഹു. കമലഭൂഹു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വ്യാഖ്യാതാക്കൾ ഇവിടെ പറയുന്നു. കാരണം സാധാരണ ബ്രഹ്മാവിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് എങ്ങനെയാണ്? ആദ്യകൽപ്പത്തിലെ ബ്രഹ്മാവിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? സത്യലോകത്തിൽ ജനിച്ചു എന്നാണ്, സത്യലോകത്തിൽ അവതരിച്ചു എന്ന രീതിയിലാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ആ ബ്രഹ്മാവ് ആയിരിക്കില്ല ഈ വൈകുണ്ഠം കണ്ടത്. പിന്നത്തെ കൽപ്പങ്ങളിലുണ്ടായ ഏതോ ബ്രഹ്മാവ് കമലഭൂഹു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമലം താമരയിൽ അനന്തപത്മനാഭൻ്റെ നാഭീകമലത്തിൽ ജനിച്ച ബ്രഹ്മാവാണ് ഇവിടെ കണ്ടത്. അവിടെ വേറെ ബ്രഹ്മാവുണ്ട്, കൽപ്പങ്ങൾക്ക് മുമ്പേ അവതരിച്ച ബ്രഹ്മാവ്. ഇത് ജനിച്ച ബ്രഹ്മാവാണ്. അവതരിച്ച ബ്രഹ്മാവും ജനിച്ച ബ്രഹ്മാവും ഒന്ന് കല, ഒന്ന് അംശം, അവതാരം ഭഗവാന്റെ. അപ്പം സംഭ്രമ ഇതിപ്പോൾ നമുക്ക് ശ്രുത്വ എന്ന് പറയേണ്ടി വരും. ദൃഷ്ട്വ എന്നാണ് ഭട്ടതിരിപ്പാട് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രുത്വ എന്ന് വെച്ചാൽ കേട്ടിട്ടാകെ എന്താ പറയുക, പ്രശ്നമായി. അതിൻ്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, ഏത് ബ്രഹ്മാവായാലും. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂഹു. ഈ വൈകുണ്ഠത്തെ കണ്ട്, വൈകുണ്ഠരൂപനെ കണ്ട്, വൈകുണ്ഠ സ്വഭാവത്തെ കണ്ട് കമലത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവ്, താമരയിൽ നിന്നുണ്ടായ ബ്രഹ്മസ്വരൂപൻ ആകെ പരിഭ്രമിക്കപ്പെട്ടു. ത്വൽപാദപാഥോരുഹേ, അവിടുത്തെ പാദത്തിലേക്കുള്ള വഴിയിൽ ആണ് അദ്ദേഹം. എന്നുവെച്ചാൽ മോക്ഷപദവി, അവിടുത്തെ പാഥോരുഹ എന്ന് വെച്ചാൽ പാദാരവിന്ദത്തിൽ. അതായത് പാഥോരുഹ, പാഥോരുഹം എന്ന് വെച്ചാൽ അരവിന്ദം, താമര. കമലഭൂഹു, താമരയിൽ നിന്നുണ്ടായ ബ്രഹ്മാവ് അവിടുത്തെ പാദാരവിന്ദത്തിൽ ബ്രഹ്മാവ് ഭഗവാനെ, വൈകുണ്ഠരൂപനായിട്ടുള്ള ഭഗവാനെ ആശ്രയിച്ചു എന്ന് പറയുകയാണ്. ഹർഷാവേശവശം വധോ നിപതിത. വീണു അവിടുത്തെ പാദാരവിന്ദത്തിൽ. എങ്ങനെയാണ് വീണത്? ഹർഷാവേശവശംവദ, ഹർഷം കൊണ്ടും ആവേശം കൊണ്ടും അത് രണ്ടിലും വശംവദനായി എന്ന് വെച്ചാൽ അറിയാലോ, അതിലങ്ങോട്ട് ആസക്തനായി. നിപതിത, സന്തോഷത്തിലും ആവേശത്തിലും. സന്തോഷം ഭഗവാനെ കണ്ടതുകൊണ്ടുള്ള സന്തോഷം, ആവേശം വൈകുണ്ഠം കണ്ടപ്പോഴുള്ള ആവേശം, തൻ്റെ നിഗമനം തെറ്റിയില്ല എന്ന ആവേശം, തൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നും തനിക്കിതൊന്നും ബാധകമല്ല എന്ന ബോധത്തിലേക്ക് ഉയർന്നിട്ടില്ല. അപ്പോൾ ആവേശം എന്ന് വെച്ചാൽ കണ്ട ആവേശം, താൻ ഉദ്ദേശിച്ചതും കൽപ്പിച്ചതും എല്ലാം
കണ്ടതിൻ്റെ ആവേശവും സന്തോഷവും. ഹർഷം, ആവേശം എന്നിവ വശംവദനായ ആ വശംവദത്വം കൊണ്ട് ബ്രഹ്മാവ് അവിടുത്തെ പാദപാഥോരുഹേ, അവിടുത്തെ പാദാരവിന്ദത്തിൽ നിപതിത, വീണു. കമലഭൂഹു നിപതിത എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ വീണു എന്നുള്ള അർത്ഥം കൽപ്പിക്കരുത്. അവിടെ അർത്ഥം നമസ്കരിച്ചു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ സൃഷ്ടിയെക്കുറിച്ച് കൃത്യമായ വിവക്ഷ ഓരോ കൽപ്പത്തിൽ എങ്ങനെയാണെന്ന് ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദ്വിതീയ സ്കന്ധത്തിലും തൃതീയ സ്കന്ധത്തിലും അത് വിസ്തരിച്ച് പറയും. 7ാമത്തെ സ്കന്ധം കഴിയുന്നത് വരെ ദക്ഷൻ്റെ വംശമാണ് പറയുന്നത് എന്ന് ശരീശുഖൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓരോ കൽപ്പത്തിലെ സൃഷ്ടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മകൽപ്പം, പാത്മകൽപ്പം, വാരാഹകൽപ്പം. ഇതിൽ ബ്രാഹ്മകൽപ്പത്തിലെ ബ്രഹ്മാവാണ് സത്യലോക നിവാസിയായി ആവിർഭവിച്ചു എന്ന് പറയുന്നത്. പിന്നീടുണ്ടായ കൽപ്പങ്ങളിൽ ആ അനന്തപത്മനാഭൻ്റെ നാഭീകമലത്തിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവിൻ്റെ ഉദ്ഭവം. അപ്പോൾ ഓരോ ബ്രഹ്മാവിനും കഴിഞ്ഞതൊക്കെ മറക്കുക എന്നൊരു സ്വഭാവമുണ്ട്. കഴിഞ്ഞത് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് മായ കൊണ്ട് വീണ്ടും തന്നിൽ നിന്ന് വിരാട് പുരുഷനെ പ്രദർശിപ്പിച്ചു എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. മായ വന്നു കഴിഞ്ഞാൽ ഓരോ ഓർമ്മയും നമുക്കുണ്ടാവുകയില്ല. സംഭ്രമമാണ് പിന്നീട്. അതാണ് സംഭ്രമ. താൻ ഉദ്ദേശിച്ചത് ശരിയായി എന്ന ആവേശം, വൈകുണ്ഠ സ്വരൂപത്തിലുള്ള ഭഗവാനെ കണ്ടതിൻ്റെ സന്തോഷം, ഇത് രണ്ടിനും വശംവദനായി ഹർഷാവേശ വശംവദ നിപതിത, അവിടെ വീണു ബ്രഹ്മാവ്, നമസ്കരിച്ചു എന്നർത്ഥം. അപ്പോൾ ഇനി ഇതിൻ്റെ പിന്നോ മുന്നോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സംഭ്രമത്തിന് കാരണമായി തീരും. അപ്പോൾ നമ്മളൊരു സംഭ്രമം വേണ്ട. ഏതായാലും ബ്രഹ്മാവ് പരിഭ്രമിച്ചിട്ടുണ്ട്, ഇനി നമ്മളാദ്യം പരിഭ്രമിക്കേണ്ട. അപ്പോൾ ഇപ്പോൾ ഇതേവരെ വൈകുണ്ഠനെ കണ്ടു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണോ ആ ബ്രഹ്മാവ് ഇപ്പോൾ ഇതാ വളരെ സംഭ്രമത്തോടു കൂടി ഭഗവാനെ വീണ് നമസ്കരിച്ചു എന്നർത്ഥം. പ്രീത്യാ കൃതാർത്ഥീ ഭവൻ, അതാണ് ആവേശം എന്ന് പറയുന്നത്. കൃതാർത്ഥത കൊണ്ടുണ്ടായ ആവേശം ആണ്. കൃതാർത്ഥത എന്തായിരുന്നു? താൻ അന്വേഷിച്ചത് കണ്ടെത്തി. കൃതം ആയ അർത്ഥം, അതാണ് കൃതാർത്ഥത എന്നുള്ളത്. അർത്ഥം എന്ന് വെച്ചാൽ എന്താണോ നേടേണ്ടത് അതിനെയാണ് അർത്ഥം എന്ന് പറയാം. അപ്പം നേടേണ്ടത് കൃതമായി, അതായത് നേടേണ്ടത് നേടിയാലാണ് നമുക്ക് എന്തുണ്ടാവുക? കൃതാർത്ഥത ഉണ്ടാവുക. പ്രീത്യാ കൃതാർത്ഥീ ഭവൻ എന്നുവെച്ചാൽ കൃതാർത്ഥതയെ ചെയ്തു ബ്രഹ്മാവ്. കൃതാർത്ഥത ഉണ്ടായി ബ്രഹ്മാവിന്. പ്രീത്യ, സന്തോഷം കൊണ്ട്. എന്തിനാണോ താൻ ഇതേവരെ നടന്നത്, അല്ലെങ്കിൽ തൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശം, ചുറ്റും നോക്കി ദിക്ഷുദ്വീക്ഷ്യ എന്നൊക്കെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. മുകളിൽ നിന്ന് നോക്കി ചുറ്റും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ആ അവസ്ഥയിലാണ് ഭഗവാനെ കണ്ടത്. ഭഗവാനെ കണ്ട് വൈകുണ്ഠരൂപം കണ്ട് ആ സന്തോഷത്തിൽ മനസ്സിലായി ഒരുപക്ഷെ അപ്പോൾ കഴിഞ്ഞതെല്ലാം ഓർമ്മ വന്നിരിക്കണം ബ്രഹ്മാവിന്. കൃതാർത്ഥീഭവൻ, അവിടെ താൻ നേടേണ്ടത് നേടി എന്ന ബോധം ബ്രഹ്മാവിനുണ്ടായി. അതായത് ഏത് സൃഷ്ടിയുടെയായാലും ഏത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന ജീവാത്മാവിൻ്റെ പ്രത്യേകിച്ചുള്ള അർത്ഥം ഏതാ? ലക്ഷ്യം. അത് ഭഗവത് പദം തന്നെയാണ്. ഭഗവാനെ കാണുക, സായുജ്യം എന്നുള്ളത് തന്നെയാണല്ലോ. അതിവിടെ ബ്രഹ്മാവിന് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ജനിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ സൽക്കർമ്മത്തിലൂടെ മാത്രമേ ആ പദവിയിലേക്ക് എത്താൻ പറ്റുള്ളൂ എങ്കിൽ ബ്രഹ്മാവിന് ഭഗവാനെ കാണൽ ആദ്യം തന്നെ ഉണ്ടായി. അതാണ് ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ സാങ്കത്യം. കൃതാർത്ഥീഭവൻ. ബ്രഹ്മാവിന് ഇനി അതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും അദ്ദേഹത്തിന് ഒരു മോക്ഷത്തിന് വിഘാതമായിട്ടുള്ള ഒരു സംഭവവും പ്രതിബന്ധങ്ങളും ഉണ്ടാവുകയില്ല എന്ന് സാരം. ഇനി ജീവാത്മാക്കളായി ശരീരം കൊടുക്കുന്നു ബ്രഹ്മാവ് ഓരോരുത്തർക്കും. അപ്പോൾ ഈ ശരീരം കൊടുക്കുന്ന ബ്രഹ്മാവിന് ഒരു ചേഷ്ടയും ബാക്കിയില്ല, ഒരു കർമ്മങ്ങളും ബാക്കിയില്ലാത്ത അവസ്ഥ. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്? പ്രീത്യാ കൃതാർത്ഥീഭവൻ, പ്രീതി കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായി. സന്തോഷം
ഭഗവാനെ കാണുമ്പോൾ ലഭിക്കുമ്പോഴുള്ള സന്തോഷമാണ് മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്നറിയപ്പെടുന്നത്. അത് സംഭവിക്കുന്ന ഒരു ജീവാത്മാവിനും പിന്നീട് ഒരു ജന്മം വേണ്ടി വരില്ല. ആ കൃതാർത്ഥത അതിൽ സംഭവിക്കും. പിന്നീട് ഭഗവാൻ തന്നെ കൽപ്പങ്ങൾ കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിരാട് പുരുഷനായി ഭഗവാൻ തന്നെ സ്വയം വിരാജിക്കുമ്പോഴാണ് വീണ്ടും ഈ ജീവാത്മാക്കൾ പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചേരണത്. മനോഹരമായിട്ടുള്ള ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ആ ലക്ഷ്യം അതാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ശാസ്ത്രങ്ങളെല്ലാം ഒരേ ഉദ്ദേശത്തിൽ വിവിധ ഭാവങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്, ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ പ്രീത്യാകൃതാർത്ഥി ഭവൻ, സന്തോഷമുണ്ടായോ, വൈകുണ്ഠനെ കാണുമ്പോൾ സന്തോഷമുണ്ടായി എന്നുള്ളതിന് അർത്ഥം മോക്ഷമാണ്, മുക്തിയാണ്, കർമ്മനിവൃത്തിയാണ്. കർമ്മം കൊണ്ട് നമുക്ക് പ്രീതി ഉണ്ടാവണില്ലല്ലോ, ഉറപ്പല്ലേ? നിങ്ങൾക്ക് പ്രീതി ഉണ്ടായെങ്കിൽ അത് കർമ്മനിവൃത്തി വന്നിരിക്കുന്നു എന്നർത്ഥം. അവിടെയാണ് കൃതാർത്ഥത ഉണ്ടാവുന്നത്. ധ്യാനാസ്യേവ മനീഷിതം മമ വിഭോ, അല്ലയോ വിഭോ. ഇന്നലെയും വിഭോ എന്ന് വിളിച്ചു, ഇന്ന് വീണ്ടും വിഭോ. വിഭുവായവനെ, വിശ്വം നിറഞ്ഞവനെ, മമ മനീഷിതം ഏവ ധ്യാനാസി. അവിടത്തേക്ക് ഒരു കാര്യം അറിയാം. മനീഷിതം എന്ന് വെച്ചാൽ വിചാരം, മനീഷ എന്ന് വെച്ചാൽ ബുദ്ധി. ബുദ്ധിയുടെ ജോലി ആയത് എന്നർത്ഥം. ബുദ്ധിയുടെ ജോലി ആയത് എന്താണ്? ചിന്തയാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം, ചിന്ത എന്നുള്ളതിനേക്കാളും നല്ലത് ഉദ്ദേശം. മമ മനീഷിതം ജാനാസി ത്വം ജാനാസി, അവിടത്തേക്ക് അറിയാമല്ലോ എന്ന്. എൻ്റെ ചിന്ത എന്താണെന്ന് അവിടത്തേക്ക് അറിയാം. അങ്ങ് വിഭുവാണ്. ഞാൻ അടക്കമുള്ള ഇനി സൃഷ്ടിക്കാൻ പോകുന്ന പ്രപഞ്ചത്തിലെ സകല ശരീരങ്ങൾക്കും ജീവൻ കൊടുക്കുന്നവൻ ആണ് അവിടുന്ന്. ജ്ഞാനം തദാപാദയ, ആ ജ്ഞാനം എനിക്ക് തരണം. അങ്ങേക്ക് അറിയാം ഏത് ജ്ഞാനമാണ് എനിക്ക് വേണ്ടത്, ഏത് തരത്തിലുള്ള ജ്ഞാനമാണ് എനിക്ക് വേണ്ടത്. തദാപാദയ, അത് സമ്പാദിച്ചു തന്നാലും അതെനിക്ക് തരണം. കാരണം ആ ജ്ഞാനമില്ലെങ്കിൽ ഞാൻ അജ്ഞാനിയാവും. അജ്ഞാനിയാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരുപക്ഷെ ഞാൻ സൃഷ്ടിക്കുമായിരിക്കും, പക്ഷേ ആ സൃഷ്ടിച്ചതിലൊക്കെ ബന്ധനങ്ങളും വന്ന് എൻ്റെ സൃഷ്ടിയിൽ എനിക്ക് ശ്രദ്ധയില്ലാതെയാവും. ക്രമത്തിൽ സൃഷ്ടിയെല്ലാം വെറും ആവർത്തന വിരസമായി തീരും. അങ്ങനെ വിരസമായി ഇരിക്കാൻ എനിക്ക് മോഹമില്ല. അവിടുന്ന് അനുഗ്രഹിക്കണം. ജ്ഞാനം തദ് ആപാദയ, തജ്ഞാനം ആപാദയ, ആ ജ്ഞാനം എനിക്ക് തിരിച്ചു തരൂ, അല്ലെങ്കിൽ സമ്പാദിച്ചു തരൂ എന്ന് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഏതാ ജ്ഞാനം? അത് പിന്നെ പറയുന്നുണ്ട്. ഏത് ജ്ഞാനം ലഭിച്ചാലാണോ നമുക്ക് സന്തോഷം ഉണ്ടാവുക? പ്രീത്യ എന്ന് ആദ്യം പറഞ്ഞല്ലോ. ഇത് ബ്രഹ്മാവിന് തന്നെ ചിന്തയുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തയില്ലാണ്ടിരിക്കില്ലല്ലോ, ബ്രഹ്മസൃഷ്ടിയല്ലേ നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ തുടക്കത്തിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ അന്വേഷിയാണ് എന്ന് പറഞ്ഞു. അന്വേഷിച്ചുകൊണ്ടിരിക്കും മനുഷ്യൻ. അതെന്ത് കാര്യമായാലും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് ഒരു മനുഷ്യൻ്റെ ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം മഹത്വമൊന്നുമല്ല. അത് മനുഷ്യനായി ജനിച്ചാൽ അവൻ്റെ സ്വഭാവം അന്വേഷിക്കലാണ്. അപ്പോൾ ആ അന്വേഷണ ത്വര ബ്രഹ്മാവിൽ നിന്നുണ്ടായതാണ്. ബ്രഹ്മാവ് അന്വേഷിച്ചിട്ടാണ് ഭഗവാനെ കണ്ടത്. അല്ലെങ്കിൽ ഭഗവാനെ കണ്ടപ്പോൾ മനസ്സിലായി അന്വേഷിച്ച ആളെ കിട്ടിയെന്ന്. കൃതാർത്ഥി ഭവൻ, അതിൽ പ്രീതി ഉണ്ടായി ബ്രഹ്മാവിന്. അപ്പോൾ അങ്ങനെ പ്രീതി ഉണ്ടാക്കാൻ തക്കവണ്ണം ആ അന്വേഷണത്തിൽ കണ്ടെത്തുമ്പോൾ ലഭിക്കുന്ന ജ്ഞാനം കൊണ്ട് പ്രീതി ഉണ്ടാവണം. ആ ജ്ഞാനം എനിക്ക് തരുമെന്നാണ്. അതേതാ ജ്ഞാനം? പ്രീതി എപ്പോഴുണ്ടാവണമെന്ന് ചിന്തിച്ചാൽ ആ ജ്ഞാനം ഏതാണെന്ന് മനസ്സിലാവും. എന്നിൽ നിന്ന് വേറിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാനോ, എന്നെ വിഷമിപ്പിക്കാനോ, എന്നെ ബന്ധനസ്ഥനാക്കാനോ, എൻ്റെ മുക്തിക്ക് തടസ്സമായിട്ടോ ഒരു വസ്തുത ഈ പ്രപഞ്ചത്തിലില്ല എന്ന ബോധ്യമാണ് പ്രീതി ഉണ്ടാക്കുന്ന ഘടകം. ഓരോ ജീവജാലങ്ങൾക്കും, ഓരോ ജീവനും. അപ്പോൾ എൻ്റെ ഉദ്ദേശങ്ങളെ തടുക്കാൻ തക്കവണ്ണമുള്ള ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലില്ല. കാരണം ഞാൻ തന്നെയാണ് സർവശക്തൻ എന്ന് ജ്ഞാനം. ആ ജ്ഞാനത്തെയാണ് അദ്വൈതജ്ഞാനം എന്ന് പറയാം. ദ്വൈതമല്ലാത്ത ഭാവം ഉണ്ടാവണം. കാരണം ദ്വൈതം വന്നു കഴിഞ്ഞാലാണല്ലോ ഭയം ദ്വിതീയാഭിനിവേശതസ്യാൽ
രണ്ടെന്ന ഭാവത്തിൽ നിന്നാണല്ലോ ഭയം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ദ്വൈതഭാവം ഇല്ലാത്ത അവസ്ഥ അദ്വൈതം. ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരം തജ്ഞാനം. ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരം. അവിടുത്തെ ദ്വൈതവും അദ്വൈതവുമല്ലാത്ത സ്വരൂപത്തെ, ആ സ്വരൂപത്തോട് കൂടിയ ജ്ഞാനത്തെ എനിക്ക് തരൂ. എന്നുവെച്ചാൽ അദ്വൈത ഭാവം, അദ്വൈത ജ്ഞാനം എനിക്ക് നൽകുന്നതാണ് അതിൻ്റെ അർത്ഥം. ദ്വൈത അദ്വൈത ഭവൽ സ്വരൂപം. ദ്വൈതവും അദ്വൈതവും തിരിച്ചറിയാനുള്ള ബോധത്തിനെയാണ് അദ്വൈത ജ്ഞാനം എന്ന് പറയുക. തീർച്ചയായിട്ടും അതെ. രണ്ട് എന്നുള്ളതും രണ്ടല്ല എന്നുള്ള ഭാവത്തെ തിരിച്ചറിയുന്ന ഭാവത്തിനെയാണ് രണ്ടല്ല എന്നുള്ള അറിവ് എന്ന് വിളിക്കപ്പെടുന്നത്. അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത് ദ്വൈതാദ്വൈത വിവേചനം ആണ് അദ്വൈതം എന്നറിയപ്പെടുന്നത്. ഏതാണ് രണ്ട്, ഏതാണ് രണ്ടല്ലാത്തത് എന്ന ഭാവം അറിയുമ്പോഴാണല്ലോ ഒന്നാണ് ഇല്ല എന്നുള്ള ഭാവം ഉണ്ടാവുന്നത്. അപ്പം ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരം. ഈ പ്രപഞ്ചം മുഴുവൻ ഭവൽ സ്വരൂപപരമാണെന്ന ജ്ഞാനം, അവിടുത്തെ സ്വരൂപത്തിനോട് ബന്ധപ്പെട്ടതാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന ജ്ഞാനം. തദാപാദയ. ആ ജ്ഞാനം എനിക്ക് സമ്പാദിച്ചു തന്നാലും അനുഗ്രഹിച്ചു തന്നാലും. ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരം. പ്രപഞ്ചത്തിൽ ദ്വൈതമായിട്ടുള്ള അവസ്ഥയുണ്ട്. കർമ്മങ്ങളെ കൊണ്ട് ദ്വൈതാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം ജീവാത്മാക്കൾ, അല്ലെങ്കിൽ അവരുടെ ശരീരമെടുത്ത അവസ്ഥ. ആ ഭാവം അദ്വൈതമാക്കിയാൽ മാത്രമേ, അവിടുത്തെ ഭവൽ സ്വരൂപപരമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രീതി ഉണ്ടാവുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പ്രീതി, മോക്ഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പ്രീത്യാ കൃതാർത്ഥി ഭവൻ, മോക്ഷം കൊണ്ടാണ് കൃതാർത്ഥത സംഭവിക്കുന്നത് എന്നും ആ മോക്ഷത്തിന് പാകമുള്ള ജ്ഞാനം തദാപാദയ, ആ ജ്ഞാനം എനിക്ക് തരണേ എന്നും പ്രാർത്ഥിക്കുകയാണ്. ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരം. അപ്പോൾ ദ്വൈതാദ്വൈത ഭാവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വിഷയം. ഏതാണ് ഈ വാസ്തവത്തിൽ ദ്വൈതഭാവവും അദ്വൈതഭാവവും എന്ന് ചിന്തിക്കാം. എപ്പോഴാണ് ദ്വൈതഭാവം ഉണ്ടാവുന്നത്, അദ്വൈതഭാവം എപ്പോഴാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിപരീതമാണല്ലോ ദ്വൈതഭാവം. പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി എന്നുള്ളതൊക്കെ അദ്വൈതമാണ്. തത്വമസി എന്ന് അദ്വൈതം എന്ന് പറയാൻ പറ്റില്ല. പ്രജ്ഞാനം ബ്രഹ്മ അങ്ങനെ എടുക്കുക. അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മം ബ്രഹ്മം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ അദ്വൈതഭാവം വരും. ഭവൽ സ്വരൂപപരം എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. ഭവൽ സ്വരൂപപരമാണ് എല്ലാം എന്നത് ബ്രഹ്മഭാവമാണ്. ബ്രഹ്മം ആകുന്ന അവിടുത്തെ സ്വരൂപത്തോട് ചേർന്നതാണ് ഇതെല്ലാം. ഈ ബ്രഹ്മാവാകുന്ന ഞാനടക്കം എന്ന ചിന്തയെയാണ് അദ്വൈതം എന്ന് പറയുക. ബ്രഹ്മം എന്ന ഭാവത്തിൽ മനസ്സെപ്പോഴും അദ്വൈതമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വിപരീതം എന്താ? അതാണ് അദ്വൈതം. നമ്മളുടെ ചിന്ത നോക്കിയാൽ മതി. എത്രയെല്ലാം നാരായണീയം കേട്ടാലും സത്സംഗത്തിൽ പങ്കെടുത്താലും നമുക്ക് ഒരു ഭാവമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുകയും ചെയ്യും, അല്ല മനുഷ്യനല്ലേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഇത് പ്രപഞ്ചജ്ഞാനമാണ്. പ്രാപഞ്ചികമായ വിഷയജ്ഞാനത്തിനെയാണ് ദ്വൈതം എന്ന് പറയുക. അവിടെ മനുഷ്യനല്ലേ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മനുഷ്യനും കർമ്മവും രണ്ടായി കാണുകയാണ് നമ്മൾ. മനുഷ്യനെയും കർമ്മത്തെയും രണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ ദ്വൈതഭാവം വന്നു. മനുഷ്യൻ ചെയ്യേണ്ടതാണ് കർമ്മം എന്നുള്ള ഭാവത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭാവം അദ്വൈതിക്കില്ല. കാലം കർമ്മ ജീവനിവഹ എന്നൊക്കെ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, 2 ദശകങ്ങൾക്ക് മുമ്പേ ഭട്ടതിരിപ്പാട്. കാലവും കർമ്മവും ജീവനും ഒന്നും വേറെയല്ല, എല്ലാം ഒന്ന് തന്നെ. ഒന്നിൽ നിന്നും ഉണ്ടായതാണെങ്കിൽ ഒന്നിലേക്ക് തന്നെ പോകണം, അത് ഉറപ്പല്ലേ. പ്രാപഞ്ചിക ഭാവം, പ്രാപഞ്ചിക ബോധമുണ്ടായാൽ അതിനെ ദ്വൈതാവസ്ഥ എന്ന് പറയാൻ സാധിക്കും. മനസ്സിൻ്റെ ദ്വൈതാവസ്ഥയാണത്. ആ പ്രാപഞ്ചിക ബോധം ദ്വൈതം, അദ്വൈതാദ്വൈത
ഭവൽ സ്വരൂപ പരം. ഭവൽ സ്വരൂപ പരം എന്ന ഭാവം അദ്വൈതം. ഇനി അതിനെ രണ്ടാക്കാൻ വേണമെങ്കിൽ ഭവൽ സ്വരൂപം ച പരം. ഭവൽ സ്വരൂപ പരം എന്ന് ഒറ്റയടിക്കാണെങ്കിലും അദ്വൈതം. ഭവൽ സ്വരൂപം ച പരം ആക്കി കഴിഞ്ഞാൽ രണ്ട് ഭാവം. ഭവൽ സ്വരൂപം ബ്രഹ്മഭാവം, ഭവൽ സ്വരൂപം പ്രപഞ്ചഭാവം, പരം എന്നുള്ള അവസ്ഥ ബ്രഹ്മഭാവം. അപ്പോൾ ഭവൽ സ്വരൂപ പരം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവിടെ ദ്വിവചനം പ്രയോഗിച്ചേനെ ഭട്ടതിരിപ്പാട്. അപ്പോൾ അത് ആ അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഭവൽ സ്വരൂപ പരം എന്ന ഒറ്റപ്പദം തന്നെയാണ്. ഭവൽ സ്വരൂപ പരം ബ്രഹ്മ എന്നർത്ഥം. അവിടുത്തെ സ്വരൂപം ആകുന്ന വസ്തുതയാണ് ലോകത്തിൽ മുഴുവൻ. അത് കാലം, കർമ്മ, ജീവനിവഹ, ദേവാശ്ച, എന്തായാലും ശരി, അണു മുതൽ അങ്ങ് ബൃഹൽ വരെ, കൃശമായത് മുതൽ സ്ഥൂലമായതുവരെ, ഗുണത്തോട് നിറഞ്ഞത് മുതൽ നിർഗുണമായതുവരെ എല്ലാം അവിടുന്ന് തന്നെ. ഇത് സഹസ്രനാമത്തിനുണ്ടല്ലോ. അപ്പോൾ ആ മഹത്തായ ഭാവം അത് പ്രാപഞ്ചികമായിട്ടുള്ള ഭാവമാണെങ്കിൽ അത് അതുകൊണ്ട് തെറ്റൊന്നുമില്ല. അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ രണ്ടായിട്ട് കാണുന്നു എന്നുള്ളത് തെറ്റൊന്നുമല്ല. ആ രണ്ടായിട്ട് കാണുന്നു എന്ന ബോധ്യം ഉണ്ടെങ്കിൽ താൻ ഈശ്വരനെ ആശ്രയിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണമെന്നേ ഉള്ളൂ അദ്വൈത ഭാവത്തിൽ. അത് ക്രമത്തിൽ എങ്ങനെ പോയാലും അത് ക്രമത്തിൽ അദ്വൈത ഭാവത്തിലേക്ക് എത്തിച്ചേരും. താൻ ഈശ്വരനെ വേറെ, താനും ഈശ്വരനും വേറെ, ഗുരുവായൂരപ്പൻ വേറെ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി ചിലത് ചോദിച്ചാൽ ഭഗവാൻ എനിക്ക് തരുന്നു എന്നുള്ള ഭാവത്തിലൂടെ ഭഗവാനെ ആശ്രയിക്കുന്നത് സാധാരണ ഭക്തൻ്റെ ലക്ഷണം തന്നെയാണ്. അതിലൊരു തെറ്റൊന്നുമില്ല. അതൊരു നിലവാരം കുറഞ്ഞ ഭാവമൊന്നുമല്ല. ഇത് ക്രമത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് അതേ ഭാവത്തിലേക്ക് തന്നെയാണ്. അദ്വൈത ഭവൽ സ്വരൂപപരം. അവ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരം. പ്രപഞ്ചമായിട്ടും ഭവൽ സ്വരൂപപരമായിട്ട് കാണാം. അതാണ് നേരത്തെ പറഞ്ഞത്. പ്രപഞ്ചത്തെ ഭഗവാന്റെ സ്വരൂപമായിട്ട് കാണുക, താൻ ആ പ്രപഞ്ചത്തെ ആശ്രയിക്കുന്നു, അത് ദ്വൈതഭാവം. പ്രപഞ്ചം തന്നിൽ തന്നെ, താൻ തന്നെയാണ് ബ്രഹ്മം, തനിക്ക് കർമ്മങ്ങൾ അവശേഷിക്കുന്നില്ല എന്നുള്ളത് അദ്വൈതഭാവം. അവിടെ കർമ്മങ്ങളെയോ കർമ്മഫലങ്ങളെയോ വേറിട്ടൊന്നും കാണുന്നില്ല അദ്വൈതിയായിട്ടുള്ള ഒരു വേദാന്തി. എല്ലാം ഒന്ന് തന്നെ. അവിടെ നിരീശ്വരവാദം പറഞ്ഞാലും യുക്തിവാദം പറഞ്ഞാലും ഭക്തനായാലും വിഭക്തനായാലും ഭൗതികനായാലും അലൗകികനായാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടെന്ന ഭാവമില്ല. അപ്പോൾ പ്രപഞ്ചത്തെ ഭഗവാനായിട്ട് കാണുന്ന ദ്വൈതഭാവമായാലും താൻ അടങ്ങുന്ന ഈ പ്രപഞ്ചം താൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒന്ന് തന്നെയാണ് മഹാൻ എന്ന് സഹസ്രനാമത്തിൽ അവസാനം പറഞ്ഞ ആ മഹാനായിട്ടുള്ള ബൃഹത്തായ വസ്തുതയാണ് താൻ എന്ന ബോധത്തോടെ നടക്കുന്ന അദ്വൈത ബോധിയായാലും ആ ജ്ഞാനത്തെ എനിക്ക് തരണം എന്ന് പറയുകയാണ്. രണ്ടിലേത് ജ്ഞാനമായാലും അവിടുത്തെ ഭാവത്തിലേക്കാണ് എത്തിച്ചേരുക. പക്ഷെ ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്ന അദ്വൈതമാണ് ബ്രഹ്മാവ് ചോദിച്ചതെന്ന് പറയുന്നു. അദ്വൈത ഭാവം തന്നെയാണ് ബ്രഹ്മാവ് ചോദിച്ചിരിക്കുക. കാരണം അദ്വൈത ഭാവം വന്നാലേ ബന്ധനങ്ങൾ ഉണ്ടാവാതിരിക്കുള്ളൂ. താൻ കർമ്മം ചെയ്യുന്നു എന്നും ഈ കർമ്മത്തിൻ്റെ ഫലം തനിക്ക് അനുഭവിക്കണമെന്നും ഉള്ളത് ദ്വൈതഭാവമാണ്. അപ്പോൾ അദ്വൈതഭാവമായാലേ തൻ്റെ സൃഷ്ടി വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധിക്കുള്ളൂ. അത് ബ്രഹ്മാവിനറിയാം. ഇത്യാചഷ്ടതം ത്വാം ഭജേ. അപ്പോൾ ഭവൽ സ്വരൂപപരമായിട്ടുള്ള ജ്ഞാനം തനിക്ക് തരണമെന്ന് ആചഷ്ട എന്ന് വെച്ചാൽ ചോദിച്ചു എന്നർത്ഥം, അല്ലെങ്കിൽ പറഞ്ഞു. അപ്പോൾ ആ ചോദ്യത്തിലൂടെ തം ത്വാം ഭജേ, അങ്ങനെയുള്ള അവിടുത്തെ ഞാൻ ഭജിക്കുന്നു. ബ്രഹ്മാവ് കണ്ടപ്പോൾ ആരോടാണോ ഇത്തരത്തിൽ സംസാരിച്ചത്, എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരമായ ജ്ഞാനത്തെ സമ്പാദിച്ചു തരണേ എന്ന് പറഞ്ഞത് ആരോടാണോ ആ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെയാണ്. അവിടുന്നാണ് ബ്രഹ്മാവിന് പോലും പരനായവൻ. ബ്രഹ്മാസ്വരൂപത്തിൽ ഇരിക്കുന്നത് പോലും, ബ്രഹ്മൻ സ്വരൂപത്തിൽ ഇരിക്കുന്നത് പോലും അവിടുന്ന് തന്നെ. ആ അങ്ങനെയുള്ള അവിടുത്തെ ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിലിപ്പോൾ ഇനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഏത് ബ്രഹ്മാവാണ്, ഏത് കൽപ്പമാണ് എന്നുള്ളത് നോക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കൽപ്പത്തിലും
പരബ്രഹ്മ സ്വഭാവം എന്നുള്ളതിന് വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കുക ആദ്യം. പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായ ശക്തി ചേതന, പരബ്രഹ്മം എന്ന ആ പ്രതിഭാസം, ഈശ്വരത്വം എന്ന പ്രകൃതിക്കൊക്കെ അപ്പുറമായിട്ടുള്ള ശക്തി സ്വഭാവം, ശക്തി വിശേഷം, അത് ഏത് കൽപ്പത്തിലും ഏത് കാലഘട്ടത്തിലും ഒന്നാണ്. അതുകൊണ്ടാണ് മറ്റുള്ള പിന്നീട് അതിൽ നിന്നും ഉത്ഭവിച്ച വസ്തുക്കൾക്കൊക്കെ വ്യത്യാസം വന്നു. ആ വ്യത്യാസം വന്നിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറയാൻ കാരണം, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് വ്യത്യാസം സംഭവിക്കുന്നതിനെ ഒരിക്കലും ആശ്രയിക്കരുത്. അതിന് സത്യസ്വഭാവമില്ല. ദൃഷ്ട്വാ സംഭൃത സംഭ്രമക്കമലഭൂസ്ത്വൽപാദപാഥോരുഹേ, ഇതെല്ലാം കണ്ട് സംഭൃതമായ സംഭ്രമത്തോടു കൂടിയ കമലഭൂവായ ബ്രഹ്മാവ് അവിടുത്തെ പാതാരവിന്ദത്തിൽ ഹർഷാവേശവശം വധോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ, സന്തോഷവും ആവേശവും കൊണ്ട് ഇതാ വീണ് നമസ്കരിച്ചു. സന്തോഷം കൊണ്ട് കൃതാർത്ഥതയുണ്ടായി അദ്ദേഹത്തിന്. ധ്യാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ, എനിക്ക് അവിടത്തേക്ക് അറിയാം എൻ്റെ ഉദ്ദേശം എന്താണ്, എൻ്റെ ആഗ്രഹം എന്താണെന്ന് അവിടത്തേക്ക് അറിയാം. അതെനിക്ക് തരണേ, ആ ജ്ഞാനം എനിക്ക് തരണേ. എങ്ങനെയുള്ള ജ്ഞാനം? ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപമിതി ഭവൽ സ്വരൂപപരമിതി. ഇതെല്ലാം പ്രപഞ്ചം ബ്രഹ്മം എന്ന രണ്ട് ഭാവത്തോട് കൂടിയതാണെന്ന ഭാവം പറഞ്ഞ് ഇത്യാചഷ്ട തം ത്വാം ഭജേ. അത്തരത്തിൽ ബ്രഹ്മാവ് പറഞ്ഞത് ആരോടാണോ അങ്ങനെയുള്ള അവിടുത്തെ ആ ഭാഗത്ത് ഞാൻ ഭജിക്കുന്നു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണ.